നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. കായണ്ണ ഗവൺമെന്റ് യു പി സ്കൂൾ കെട്ടിടോദ്ഘാടനവും 110ാം വാർഷികാഘോഷവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും കായണ്ണയിൽ സംഘടിപ്പിച്ചു. വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളോടെ ഒരു ഉത്സവ പ്രതീതിയോടെയാണ് കൊറോണ കാലത്തിന് ശേഷം കായണ്ണ ഗവൺമെന്റ് യു പി സ്കൂളിൽ നിന്നും വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും നാട്ടുകാരും ചേർന്ന് നൂറുകണക്കിന് ആളുകൾ ഉദ്ഘാടന വേദിയായ കായണ്ണ സ്വപ്നനഗരിയിലേക്ക് ഘോഷയാത്രയായി എത്തിയത്. നൂറ്റിപ്പത്ത് വർഷം മുൻപ് കായണ്ണ അങ്ങാടിയിൽ ഓലക്കെട്ടിടത്തിൽ ആരംഭിച്ച സ്കൂൾ ഇന്ന് കായണ്ണ പഞ്ചായത്തിന് സമീപത്ത് വിപുലമായ സൗകര്യങ്ങൾ കൊണ്ട് അനുഗ്രഹീതമാണ്. 1 കോടി രൂപ കൊണ്ട് നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും സ്കൂൾ 110ാം വാർഷികാഘോഷവും വിരമിക്കുന്ന കെ അബൂബക്കർ മാസ്റ്റർ, കെ എം പ്രകാശൻ മാസ്റ്റർ, പി രാജു മാസ്റ്റർ എന്നിവർക്കുള്ള യാത്രയയപ്പ് സമ്മേളനവും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കോവിഡ് കാലഘട്ടത്തിൽ ഇന്ത്യക്കാകെ മാതൃകയായ വിദ്യാഭ്യാസം നടന്ന സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. വീടുകൾ വിദ്യാലയമാക്കി മാറ്റി. ഓൺലൈൻ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഓൺലൈൻ വിദ്യാഭ്യാസം നടത്തിയ ഏക സംസ്ഥാനം ഇന്ത്യയിൽ കേരളം മാത്രമാണ്. ബോർഡ് പരീക്ഷ നടത്തിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ കോവിഡ് കാലഘട്ടത്തിൽ കേരളത്തിലെ 3.25 കോടിയോളം വരുന്ന ജനങ്ങളെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എങ്ങനെയാണോ നെഞ്ചോട് ചേർത്ത് പിടിച്ച് അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്, അതേ നിലയിൽ തന്നെ
കേരളത്തിലെ 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അവരുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ബാലുശ്ശേരി MLA KM സച്ചിൻ ദേവ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK ശശി വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ നൽകി. വൈസ് പ്രസിഡന്റ് PT ഷീബ ടീച്ചർ, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK നാരായണൻ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശരൺ AC, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിൻഷ KV, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രജിത PK, പഞ്ചായത്ത് അംഗം PC ബഷീർ, പേരാമ്പ്ര AEO ലത്തീഫ് കരയാത്തുടി, TT സത്യൻ, EK സുരേഷ് മാസ്റ്റർ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ കൺവീനർ PP സജീവൻ തുടങ്ങി വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. PTA പ്രസിഡന്റ് ജിബിൻ TC സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ഹെഡ്മാസ്റ്റർ ആനന്ദൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സിൽ ഓഫറുകളുടെ പെരുമഴ. സ്വന്തമാക്കൂ BIS ഹോൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% വരെ ഡിസ്കൗണ്ട്. മെഗാ ഗോൾഡ് എക്സ്ചേഞ്ച് മേളയിലൂടെ നേടൂ പഴയ സ്വർണത്തിന് പുതിയ വില. അഡ്വാൻസ് ബുക്കിംഗിലൂടെ പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാൻ അവസരം. വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ്, ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ 159 years.